ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് BJP മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കൊച്ചിയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അത് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായോ? വിജയകുമാർ, ഇപ്പോൾ ജനറൽ ആശുപത്രിക്ക് സമീപം BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. നേരത്തെ K സുരേന്ദ്രൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പിരിഞ്ഞു പോയതിന് തൊട്ടു പിന്നാലെയാണ് ഇവിടെ സംഘർഷം ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിനിടയിൽ കുറേയധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയ ഒരു പ്രവർത്തകനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വാഹനത്തിനുള്ളിൽ കയറി മർദ്ദിച്ചു. ഈ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇപ്പോഴും ഈ സമരവുമായി നടു റോഡിൽ നിൽക്കുന്നത്. BJP നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനപരമായി അവർ സമരം ചെയ്തിരുന്നു. ഇതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ തൊട്ടു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവർത്തകരെ. ആ പ്രവർത്തകരെ വാഹനത്തിനുള്ളിൽ കയറ്റിയതിനു ശേഷം ചില പോലീസ് ഉദ്യോഗസ്ഥർ, അത് സിവിൽ പോലീസ് ഓഫീസർമാരാണ്, ആ സിവിൽ പോലീസ് ഓഫീസർമാർ പോലീസ് വാഹനത്തിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്ത ഈ പ്രവർത്തകരെ തല്ലി എന്നുള്ളതാണ് ആരോപിക്കുന്നത്. നിലവിലിപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് BJPയുടെ പ്രതിഷേധം ഇപ്പോൾ കനക്കുന്നത്. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയിട്ടില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് അവർ ആരോപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ സ്ഥലത്തുണ്ട്. അവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞടുക്കുകയാണ് നിലവിൽ ഇപ്പോഴും BJP പ്രവർത്തകർ ചെയ്യുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്നും മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളെ വിടാൻ ഇനിയും BJP പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഇതാ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് BJP പ്രവർത്തകരെ വാഹനത്തിനുള്ളിൽ വെച്ച് വാഹനത്തിൽ കയറ്റി മർദ്ദിച്ചത് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. ഇപ്പോൾ അയാളെ ഇവിടെ നിന്നും BJP പ്രവർത്തകരുടെ ഇടയിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധം, വലിയ സംഘർഷം അല്പസമയം മുമ്പ് ഇവിടെ അരങ്ങേറി. ഇനിയും BJP നേതാക്കൾ, BJP പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ സമരത്തിന് നേർക്കുണ്ടായത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. 3 തവണ ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. അതിനുശേഷമാണ് വാഹനത്തിനുള്ളിൽ വെച്ച് ചില BJP പ്രവർത്തകരെ 2 പോലീസുകാർ ചേർന്ന് മർദ്ദിച്ച സാഹചര്യം ഉണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. പോലീസും BJP പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചത്. അവരെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി പോലീസ് ജീപ്പിൽ കയറ്റി മാറ്റിയിട്ടുണ്ട്. അപ്പോഴും ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ BJP പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ തിരക്കേറിയ നഗരത്തിൽ ഈ റോഡിൽ ഇപ്പോഴും പ്രതിഷേധം കനക്കുകയാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിൽ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ പോലീസ് വാഹനത്തിൽ കടന്ന് പോലീസ് ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്തുകൊണ്ട് വാഹനത്തിൽ കയറിയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചാണ് BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, അവിടെ മാർച്ച് തുടരുകയാണോ? പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടോ? എന്താണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ?
വിജയകുമാർ, ഇന്ന് BJP-യുടെ മുതിർന്ന നേതാവ് വി മുരളീധരനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഈ സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ മാർച്ച് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഈ മാർച്ച് എത്തിയിട്ടുണ്ട്. അവിടെ ഈ മുരളീധരൻ സംസാരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അധികാരത്തിൽ തുടരാൻ അനുവാദമില്ല, അല്ലെങ്കിൽ അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്ന ധാർമ്മികതയുടെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ BJP ഇത്തരത്തിൽ ഒരു മാർച്ച് ഇങ്ങോട്ടേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇവിടെ BJP-യുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളും, ജില്ലാ നേതാക്കൾ, VV രാജേഷ് അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവിടെ അങ്ങനെ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മുതിർന്ന നേതാവ് വി മുരളീധരൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മാർച്ച് ഇവിടേക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് ഈ മാർച്ച് തുടങ്ങിയത്. അവിടെ നിന്നുമാണ് ഇങ്ങോട്ടേക്ക് മാർച്ച് എത്തിയത്. സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഇപ്പോൾ മാർച്ച് എത്തിയിട്ടുണ്ട്. അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ തരത്തിൽ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ഗതാഗത തടസ്സമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്നതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ മാർച്ച് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുള്ളതും സെക്രട്ടേറിയറ്റ് മാർച്ച് പുരോഗമിക്കുന്നതും. വിജയകുമാർ. തിരുവനന്തപുരത്ത് BJP നേതാവ് വി മുരളീധരൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. കൊച്ചിയിൽ നേരത്തെ BJP-യുടെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. കണ്ണൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നേരത്തെ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകരാണ് അവിടെ മാർച്ചിൽ പങ്കെടുത്തത്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം BJP പിന്തുണയോടെ പാസ്സായി. ഇതോടെ UDF-ന് ഭരണം നഷ്ടപ്പെട്ടു. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എങ്ങനെയാണ് ഈ BJP പിന്തുണയോടെ ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായത്? അക്കാര്യത്തിൽ എന്താണ് ഈ ഇരു പാർട്ടികളുടെയും വിശദീകരണം? വിജയകുമാർ, 21-അംഗ ഭരണസമിതിയാണ് നിലവിൽ വെമ്പായം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി STPയുടെ പരോക്ഷ പിന്തുണയോടെയാണ് UDF ഭരിച്ചു വന്നിരുന്നത്. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ LDF ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് അവിശ്വാസ പ്രമേയ ചർച്ചകൾ നടന്നത്. ഈ യോഗത്തിൽ UDF-ഉം ഒപ്പം STP അംഗങ്ങളും വിട്ടുനിന്നിരുന്നു. 3 അംഗങ്ങളാണ് വെമ്പായം ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് ഉണ്ടായിരുന്നത്. ഈ 3 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി LDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവിശ്വാസ പ്രമേയത്തെ 3 അംഗ BJP 3 അംഗങ്ങൾ പിന്തുണച്ചു. ഇതോടുകൂടി തന്നെ UDF-ന് വെമ്പായം പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ LDF BJP കൂട്ടുകെട്ടിൽ നേതാക്കളിൽ നിന്ന് ഇതുവരെയും കൃത്യമായൊരു പ്രതികരണം വന്നിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു പരസ്പര പിന്തുണ അവിശ്വാസ പ്രമേയ വിഷയത്തിൽ ഉണ്ടായി എന്നത് ഇനി അറിയേണ്ടതുണ്ട്. ഇതിൽ നേതാക്കളടക്കം വിശദീകരിക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, LDF BJP പിന്തുണയോടുകൂടി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പാസാക്കി എടുത്തിരിക്കുന്നു എന്നതാണ്. വിജയകുമാർ. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിലാണ് LDF കൊണ്ടുവന്ന അവിശ്വാസം BJP പിന്തുണയോടെ പാസ്സായത്. ഇതോടെ UDF-ന് ഭരണം നഷ്ടപ്പെട്ടു. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെയായിരുന്നു അവിശ്വാസം കൊണ്ടുവന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത്. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത്? നേരത്തെ ഈ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം വലിയ ചർച്ചയായിരുന്നു. അതിലെ ചെലവ് കണക്കാക്കിയതിന്റെ മാനദണ്ഡങ്ങളാണോ ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? വിജയകുമാർ, അത് തന്നെയാണ്. നേരത്തെ മാധ്യമങ്ങൾ ഈ വാർത്ത ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇന്നൊരു ആക്ഷേപം കോടതിയിൽ ഉന്നയിച്ചു. എസ്റ്റിമേറ്റ് തുക അത് ചെലവാക്കിയ തുക എന്ന രീതിയിൽ പെരുപ്പിച്ച് കാണിച്ചു എന്നാണ് അവർ ആക്ഷേപം ഉന്നയിച്ചത്. പക്ഷേ കോടതി ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ എസ്റ്റിമേറ്റ് തുക കണക്കാക്കുമ്പോൾ എങ്ങനെ തുക വകയിരുത്തി എന്നത് കൃത്യമായി
വേണ്ടതാണ്, അത് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത്. മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ എസ്റ്റിമേറ്റ് തുക സർക്കാർ കാണിച്ചിരുന്നു. അതിനും കോടതിയുടെ ഭാഗത്തുനിന്നും വ്യക്തത വരുത്താൻ നിർദ്ദേശം വന്നിട്ടുണ്ട്. മൃതദേഹം സംസ്കരിച്ചതിന്റെ ചെലവ് സർക്കാർ ഹാജരാക്കണം. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം എന്നാണ് ഇപ്പോൾ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത്. അതായത് കോടതിക്കും ഇക്കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അത് സർക്കാർ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കി കൊടുത്തേ തീരൂ. ഇനി രണ്ടാമത് അമിക്കസ് ക്യൂറി പറഞ്ഞ ഒരു കാര്യം, കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കൃത്യമായി കിട്ടിയില്ല എന്നുള്ളതാണ്. അതിൽ ഇടപെടണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ചൂരൽമല വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളിൽ അനുശോചനം അർപ്പിച്ച നിയമസഭ. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കേന്ദ്രീകൃത ഗവേഷണങ്ങൾ നടത്താനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. സഹായം പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാട് ദൗർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തീർച്ചയായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു നൽകുകയാണ്. അതേ അവസരത്തിൽ തന്നെ നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുത്. നമ്മൾ കുറേ കൂടി വേഗത്തിലാകണം. അത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. ആരംഭശൂരത്വം കാട്ടിയെന്ന് പലപ്പോഴും ഭരണകൂടങ്ങളെ ആളുകൾ അധിക്ഷേപിക്കാറുണ്ട്. ആ ഒരു സ്ഥിതി ഉണ്ടാകരുത്. ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി, ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. 56 വർഷം മുൻപ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ഇപ്പോൾ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിലാപയാത്രയായി, നേരത്തെ ഇലന്തൂരിലെ വീട്ടിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. 100 കണക്കിന് ആളുകൾ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും തുടങ്ങുക? പള്ളിയിലും വലിയ ജനത്തിരക്കാണോ വീരസൈനികന് അന്തിമോപചാരം അർപ്പിക്കാൻ? നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് അവസാനമായി തോമസ് ചെറിയാന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. പള്ളിയിലെ മതപരമായ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള അവസാനഘട്ട ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. നിലവിൽ ഭൗതികദേഹം പള്ളിക്കുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രമാണ് പള്ളിക്കുള്ളിൽ പ്രവേശനമുള്ളത്. ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം സൈന്യം അവരുടെ ഔദ്യോഗിക ബഹുമതികൾ നൽകും. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ നൽകും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഏകദേശം 1 മണിക്കൂറിലധികം സമയം ഈ ശുശ്രൂഷ ചടങ്ങുകൾക്ക് എടുക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. പ്രത്യേകം പള്ളിയിൽ തയ്യാറാക്കിയ ഒരു കല്ലറയിലായിരിക്കും ഈ സംസ്കാരം ഉണ്ടാവുക. പതിവ് പള്ളിയുടെ സെമിത്തേരിയിലല്ല ഈ സംസ്കാരം നടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ നമ്മൾ പള്ളി വികാരിയുമായി സംസാരിച്ചൊരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് നൽകിയ പോലെ പ്രത്യേകമായൊരു ഇടത്ത് പ്രത്യേക കല്ലറയിലായിരിക്കും സംസ്കാരം എന്നുള്ള ഒരു കാര്യം അവർ അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഒരു ജവാന് തന്റെ ഏറ്റവും ജീവിതത്തിലെ സുവർണ കാലത്ത് നാടിനു വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു മനുഷ്യൻ നാട്ടിലേക്ക് 56 വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ വേണ്ട രീതിയിലുള്ള ആദരവ്, വേണ്ട രീതിയിലുള്ള യാത്രയയപ്പ് നാടും നാട്ടുകാരും ഒപ്പം ഇവിടുത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇടവകയിലെ പള്ളിയും നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം ആളുകൾ രാവിലെ മുതൽ
ഇങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ ഈ ഭൗതിക ശരീരം സൈനിക വാഹനത്തിലെത്തിയ നിമിഷം മുതൽ ഈ നാട്ടുകാർ ആ ഭൗതിക ശരീരത്തിനൊപ്പമുണ്ട്, അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഈ തോമസ് ചെറിയാന് വേണ്ട രീതിയിലുള്ള യാത്രയപ്പ് തന്നെ നൽകുമെന്ന് ഉറച്ചുകൊണ്ട് പ്രായഭേദമന്യേ ഇല്ലാതെ നിരവധി ആളുകളാണ് ഇദ്ദേഹത്തിന്റെ ഈ സൈനിക വാഹന വ്യൂഹത്തിന് പിന്നാലെ അണിനിരന്നത്. ഒപ്പം വീട്ടിലും എത്തിയത്. വീട്ടിലും നിരവധി ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവർ അവസാന അഭിവാദ്യം അർപ്പിച്ചു പിരിഞ്ഞു. ഇപ്പോൾ പള്ളിയിൽ ഭൗതികദേഹം എത്തിയ ഘട്ടത്തിൽ പോലും നിരവധി ആളുകളാണ് ഇവിടെ കൂടി നിൽക്കുന്നതിൽ വളരെ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, 56 വർഷം മുമ്പാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. അതിനും ഏറെ മുമ്പ് ഇദ്ദേഹം നാടുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സൈന്യത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ ഉള്ള ഇദ്ദേഹം ഈ നാട്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ ഛേദനയേറ്റ ശരീരം വരുമ്പോൾ ഈ നാട്ടുകാർ ഈ വാർത്ത അറിയുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ മാത്രമാണ്. എന്നിട്ട് പോലും ഇത്രമാത്രം ആളുകൾ ഇവിടെ ിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യസ്നേഹത്തിന്റെയാണ്. സ്വന്തം നാട്ടുകാരനെ അവസാനമായി കാണാനുള്ള അവരുടെ ഒരു സ്നേഹമാണ്. ഇദ്ദേഹത്തിന്റെ 1 2 തലമുറ കഴിഞ്ഞുള്ള ആളുകളാണ് നിലവിൽ ഈ നാട്ടിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിവൈകാരികമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച്. ഇവർ ഈ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇതുവരെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ മാധ്യമങ്ങളടക്കം നൽകിയ ഫോട്ടോകൾ കണ്ടുള്ള ഒരു ഓർമ്മ മാത്രമാണ് അവർക്ക് ഈ മനുഷ്യനെ കുറിച്ചുള്ളത്. എന്നിട്ടും അവരിങ്ങോട്ട് ഒഴുകിയെത്തുന്നു. അത് അദ്ദേഹത്തിനുള്ള ആദരവാണ്, ഈ രാജ്യത്തിനുള്ള ആദരവാണ്, സൈന്യത്തിനുള്ള ആദരവാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഔദ്യോഗികമായ സൈനിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരം. കേരള പോലീസ് തങ്ങളുടെ ബഹുമതി, തങ്ങളുടെ ആദരവ് വീട്ടിൽ വെച്ച് നൽകി. കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് വീട്ടിൽ നിന്നും തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരത്തിന് യാത്രയയപ്പ് നൽകിയത്. അതിനുശേഷം നിലവിൽ ഭൗതികദേഹം പള്ളിയിലെത്തിയിരിക്കുന്നു. പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. 56 വർഷം മുമ്പ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം ഇപ്പോൾ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ എത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണ്. പള്ളിയിലും നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ച വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ സൈബർ ആക്രമണ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസെടുത്തു പോലീസ്. സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നാണ് FIR. അർജുന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ശിക്ഷിക്കപ്പെട്ടാലും താൻ അർജുന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മനാഫ് പ്രതികരിച്ചു. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. യോജിപ്പിക്കുകയാണ്. എന്ത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, ഈ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയല്ലോ. കുടുംബം മനാഫിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? അവരുടെ പരാതിയിൽ അങ്ങനെ പറഞ്ഞിരുന്നോ? ആ മൊഴിയിൽ അതിൽ അങ്ങനെ പരാമർശിക്കുന്നുണ്ടോ? വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇപ്പോൾ അർജുന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ രേഖപ്പെടുത്തിയതിൽ മനാഫിനെ പേരെടുത്ത് പറയുകയല്ല, മനാഫിന്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവർ പ്രധാനമായും അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് മനാഫിന്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിന് പിറകെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിൽ ഈ കുടുംബത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് പ്രധാനമായും വരുന്നത്. അക്കാര്യമാണ് ഇവർ പ്രധാനമായും അന്വേഷണ സംഘത്തോട് പറയുന്നത്. അത്തരം കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതി നൽകിയതിന് പിന്നാലെ ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴികളിലും ഇത്തരം കാര്യങ്ങളാണ് ഈ കുടുംബം പ്രധാനമായും നൽകുന്നത്. ഇതിന്റെയൊക്കെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ കുടുംബം പറയുന്നത് മനാഫിനെ വ്യക്തിപരമായി ഇതിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം അവർ പറയുന്നു. എന്നാൽ മനാഫിന്റെ ഈ യൂട്യൂബ് ചാനലാണ് ഈ കാര്യങ്ങളിലെ ഇത്രയേറെ തങ്ങളുടെ കുടുംബത്തിനെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയത് എന്ന കാര്യം അവർ പറയുന്നുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് തന്നെയാണ് മനാഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകും, കേസെടുക്കും എന്ന കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മെഡിക്കൽ കോളേജ് ACP വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മനാഫ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് താൻ ഒരിക്കലും ആ കുടുംബത്തെ അവഹേളിക്കാൻ താൻ കൂട്ടുനിൽക്കുന്നില്ല, മാത്രമല്ല മതസ്പർദ്ധ ഉണ്ടാക്കാനല്ല തന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്, മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് എന്ന കാര്യവും മനാഫ് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ തനിക്കെതിരെ കേസെടുത്തതായി അറിയുന്നുണ്ട്. ഒപ്പം മറ്റ് തലങ്ങളിലേക്ക് ഇപ്പോൾ മറ്റ് നടപടിയിലേക്ക് ശിക്ഷിക്കപ്പെടാൻ ഉൾപ്പെടെയുള്ള സാധ്യത നിലനിൽക്കുന്നു. അത്തരം ഘട്ടങ്ങൾ വന്നാൽ പോലും താൻ കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന കാര്യമാണ് മനാഫ് പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ വലിയ മാനസിക സംഘർഷത്തിലാണ്, താൻ ഒരിക്കലും
ഇത്തരം ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന കാര്യവും സമീർ സി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്. അർജുന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മനാഫിനെതിരെ കേസെടുത്തു. കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.